ന്യൂനപക്ഷമാണെങ്കിലും ഹിന്ദു തത്വചിന്തയും സംസ്കാരമൊക്കെ ഇന്തോനേഷ്യൻ ദേശീയ സ്വത്വത്തിൽ ചരിത്രത്തിലൊക്കെ വളരെ ആഴത്തിൽ ഇഴചേർന്നിരിക്കുകയാണ്. ഇത് തന്നെയാണ് വേറൊരർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഇന്തോനേഷ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. ഉപദ്വീപ ഒരു സമൂഹമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉപദ്വീപ രാജ്യമാണ്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു ചർച്ചയുണ്ട്. ബംഗ്ലാദേശിൽ, പാകിസ്ഥാനിൽ, സിറിയയിൽ അല്ലെങ്കിൽ മുസ്ലിം ജനസംഖ്യയുള്ള മറ്റ് പല രാജ്യങ്ങളിലും കുറേയധികം പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇന്തോനേഷ്യയിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല? വലിയ രീതിയിൽ ന്യൂനപക്ഷ വേട്ട ഇന്തോനേഷ്യയിൽ നടക്കുന്നില്ല. ഇതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ എന്താണ്? ഇപ്പം ചില ഭീതികൾ ആളുകൾ പടർത്താറുണ്ട്. അതായത് മുസ്ലിം ഭൂരിപക്ഷമായാൽ വലിയ അപകടമാകും എന്നൊക്കെയുള്ളത്. പക്ഷേ എന്താണ് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ എന്താണ് അപകടം? കാരണം ഇന്തോനേഷ്യ ഒരു ഉദാഹരണമാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇന്തോനേഷ്യയിൽ ഈ ഒരു വൈവിധ്യം അല്ലെങ്കിൽ ഈ ഒരു നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്ന ഒരു സ്വഭാവം ഇന്തോനേഷ്യക്ക് വരാനുള്ള കാരണം? ഇതിനുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം പാകിസ്ഥാനുമായിട്ട് നമ്മൾ ശത്രുതയാണ്, ബംഗ്ലാദേശുമായിട്ട് ദ്രോഹിയാലും ശത്രുതയായി. ഇത് ശത്രുത ഉണ്ടാകാനുള്ളൊരു കാരണം, ഏതെങ്കിലും കാരണത്താൽ തലമുറകൾ മുമ്പുള്ള തർക്കം, സംഘടനം, യുദ്ധം, യുദ്ധപരാജയങ്ങൾ, യുദ്ധവിജയങ്ങൾ, ഇത് പുതിയ തലമുറയിലേക്ക് ആവാഹിച്ചെടുത്ത് പുതിയ തലമുറ ആ രീതിയിൽ മോൾഡ് ചെയ്യുന്ന സമൂഹത്തിൽ ആ ഭിന്നത നിലനിൽക്കും. ഇപ്പം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം പാലസ്തീൻ പ്രദേശത്ത്, അതായത് ജോർദാൻ്റെയൊക്കെ സമീപത്ത് ഇസ്രായേലിൽ നിന്ന് ജൂതരാഷ്ട്രം വരുന്നത്. അപ്പോൾ തങ്ങൾക്ക് അന്യമായ മറ്റൊരു രാജ്യമോ സംസ്കാരമോ അവിടെ വളർന്നു വരുന്നതിനെ മുസ്ലിംസ് ഇഷ്ടപ്പെട്ടില്ല. നമ്മളെപ്പോലെ എല്ലാവരെ പോലെ തന്നെയാണ്. മലപ്പുറത്ത് ജില്ല കൊടുത്തപ്പോൾ ഇവിടെ നമുക്ക് ഹിന്ദുക്കളുടെ പ്രശ്നമുണ്ടായി, അല്ല വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അവിടുന്ന് കാശ്മീരി ഹിന്ദുക്കളോട് താമസിച്ചിരുന്നപ്പോൾ അവിടുത്തെ മുസ്ലിംസിന് പ്രശ്നമുണ്ടായി, അവരെ അവിടുന്ന് അടിച്ചു, ഹിന്ദുക്കളെ അടിച്ചു ഓടിച്ചു, പണ്ഡിറ്റുകളെ അടിച്ചു ഓടിച്ചു. അപ്പോൾ ഇത് വംശീയമായൊരു വെറുപ്പായിട്ട് വളർത്തിയെടുക്കാൻ ചിലർ ശ്രമിക്കും. ശ്രമിക്കുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നവർ. ഈ വംശീയ വെറി കൊണ്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന കച്ചവടം, സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി കച്ചവടം ഉണ്ടാക്കാം. ഇപ്പോൾ എണ്ണ മുഴുവൻ ഗൾഫ് രാജ്യങ്ങൾക്കേ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾക്കേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾ വിഷമിക്കും. അത് അവർക്ക് എക്സ്ട്രാ ലാഭം ഉണ്ടാക്കാനുള്ള മാർഗ്ഗമായിട്ട് എടുക്കാം, നമ്മളെ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ. അപ്പം ഇങ്ങനെ വംശീയ വെറി വളർത്തി പരസ്പരം ശത്രുക്കളാകുകയും, അപ്പോൾ അതിൻ്റെ ചില മതങ്ങളിൽ തന്നെ പറയുന്നുണ്ട്, ശത്രുക്കൾ തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾ അംഗീകരിക്കാത്തവരെ, അത് ഫോളോ ചെയ്യാത്തവരെ കൊന്നുകളഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകാം എന്ന് പഠിപ്പിക്കുന്ന മതങ്ങളുണ്ട്. എല്ലാ മതങ്ങളും ഒരു വശം അല്ലെങ്കിൽ മറ്റൊരു വശമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ദൈവനിന്ദയെ പറ്റി പറഞ്ഞു. അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാ മതങ്ങളും ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം ഐഡൻറ്റിറ്റി എന്ന് പറയുന്നതുമായിട്ട് ഇത് ബന്ധപ്പെടുത്തുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ഐഡൻറ്റിറ്റി, കുടുംബത്തിൻ്റെ നമ്മുടെ നമുക്കുണ്ടാകുന്ന മക്കൾ, നമ്മുടെ മക്കളുടെ മക്കളൊക്കെ ഹിന്ദുക്കളാകുക. കാരണം എന്താ? ഞാനും അവരുടെ അച്ഛനും അമ്മയും ഹിന്ദുക്കളായിരുന്നുകൊണ്ടാണ്. അതാണ് ഐഡൻറ്റിറ്റി ആയിട്ട് രൂപപ്പെടുന്നത്. ആ ഐഡൻറ്റിറ്റി മാത്രമാണ് മൂർത്തമായ ഐഡൻറ്റിറ്റി. അതാണെന്ന് നോക്കുമ്പോൾ ഉറപ്പായിട്ടും വരും. ഇന്തോനേഷ്യക്ക് കിട്ടിയ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്, അന്ധകാലം തൊട്ട്, പഴയ കാലം തൊട്ട് ഇന്തോനേഷ്യ, അതായത് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പോലും ഒരു ചേരിചേരാ രാജ്യമായിരുന്നു. നെഹ്റുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഇന്തോനേഷ്യൻ പ്രസിഡൻ്റായിട്ട് വന്ന സുക്കാർണോ. അതുപോലെ ഒരാളായിരുന്നു നാസർ, യുഗോസ്ലാവിയയിലെ ടിറ്റോ. അപ്പം അങ്ങനെ അന്തർദേശീയ ബന്ധങ്ങളുണ്ടാവുകയും പുതിയൊരു ഗ്രൂപ്പായിട്ട് നിൽക്കാൻ സാധിക്കുകയും ചെയ്ത രാജ്യമാണ് ഇന്തോനേഷ്യ. മറ്റ് തർക്കങ്ങളിൽ പെടാതെ, മറ്റ് അധികാര തർക്കങ്ങളിലോ യുദ്ധങ്ങളിലോ പോകാതെ സ്വതന്ത്രമായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ അവിടെ കുഴപ്പമില്ല. പക്ഷെ ഇപ്പോൾ യൂറോപ്പിലൊക്കെ ഉണ്ടായ പാലസ്തീൻ പ്രശ്നമായിട്ട് ബന്ധപ്പെടുത്തി പല സ്ഥലത്തും മുസ്ലിം മിലിറ്റൻസി വളരാൻ നോക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ചില ചർച്ചകൾ ഇന്തോനേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്തോനേഷ്യ ഒരു ഇസ്ലാമിക രാജ്യമല്ല, ശരിയ അവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു തർക്കം ഇപ്പം രൂപപ്പെടുകയാണ്. നമുക്കറിയാം, ഏതാണ്ട് 88% വരുന്ന മുസ്ലിങ്ങളുണ്ട്. 4.3, 4.7 മില്യണോളം ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യം. അതെ, ഹിന്ദുക്കളുണ്ട് അവിടെ. പിന്നെയുള്ളത് ക്രിസ്ത്യാനികളാണ്. പക്ഷെ പരിപൂർണമായിട്ടും ഇന്തോനേഷ്യ ശാന്തമാണോ, അല്ലെങ്കിൽ അവിടെ യാതൊരു തരത്തിലുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പരിപൂർണമായിട്ടും ശാന്തമല്ല. ബ്ലാസ്ഫമിയൊക്കെ, ദൈവനിന്ദയൊക്കെ വലിയ കൊടിയ ശിക്ഷയായിട്ട് ഇന്തോനേഷ്യ കൽപ്പിക്കുന്നു. നടപ്പാക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നൊരു വിഭാഗം ഉണ്ടോ അവിടെ? അല്ല, അത് ഇപ്പോഴും നടപ്പാക്കുന്നുണ്ട്. ദൈവനിന്ദ വലിയൊരു തെറ്റ് തന്നെയാണ് ഇന്തോനേഷ്യ. എല്ലാ സാമ്പ്രദായിക മതങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന രാജ്യങ്ങളിലും അതുണ്ട്. അതിലെല്ലാം നിന്ന് രക്ഷപ്പെട്ടത് പുറകോട്ട് പോയത് ക്രിസ്ത്യൻസാണ്. ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനെ വരെ കൊന്നില്ല. ബൈബിളിൽ ഭൂമി ഉരുണ്ടെന്ന് പറഞ്ഞതിന് ശാസ്ത്രജ്ഞനെ ഭ്രൂണമായി ചുട്ടുപോകുന്നില്ലേ? അത് ക്രിസ്ത്യൻ മാതിരിമാരാണ്. ഉദാഹരണം ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് ഈ നമ്മുടെ ഇടയിലുണ്ടാവും, നമ്മൾ അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല. ഇപ്പം നമ്മളിവിടെ പശുവിനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരുത്തന്നെ പശുവിനെ കൊന്നറച്ച് തിന്നാൻ പോയി അവനെ കൊല്ലും. ഈ ബ്ലാസ്ഫമിയുടെ വേറെ രൂപമാണ്. ഇവിടെ നമ്മൾ പശുവിനെ വളരെ ദിവ്യ മൃഗമായിട്ട് കാണും, കൊല്ലാൻ പാടില്ല എന്ന് കാണും. അപ്പോൾ പശുവിനെ ഒരു ദൈവിക സങ്കല്പം കൊടുത്ത് അതിനെ കൊല്ലുന്നവനെ കൊല്ലുക എന്നൊരു പോളിസി ഹിന്ദുമതത്തിനുണ്ട്. എല്ലാ മതങ്ങളിലും ഇതുണ്ട്. അത് ഈ തീവ്രവാദ സ്വഭാവമുള്ളവരും മതത്തെ മറ്റു തരത്തിൽ അതിൻ്റെ ഔന്നത്യത്തിൽ അതിൻ്റെ ആത്മസത്തെ മനസ്സിലാക്കാൻ പറ്റാതെ ശക്തി പ്രകടനത്തിൻ്റെ മാർഗമായിട്ട് മതത്തെ ഉപയോഗിക്കുന്ന ആൾക്കാർ എല്ലാ മതത്തിലും കയറും. ഇവിടെ ആളുണ്ടോ കാണ്ടെന്ന് വെച്ച് SDPക്കാരും വഴി ഇറങ്ങുന്ന ആ സ്പിരിറ്റാണ്. അതിനെതിരായിട്ട് ക്രിസ്ത്യാനി വരുന്ന ആ സ്പിരിറ്റാണ്. മണിപ്പൂരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്ന ആ സ്പിരിറ്റാണ്. ഒരേ നോർത്ത് ഈസ്റ്റ് മുഴുവൻ ക്രിസ്ത്യൻ രീതിയിലേക്ക് വന്നാൽ പോലും ഇടയ്ക്ക് അതിൻ്റെ അകത്ത് സബ് ഗ്രൂപ്പുകൾ തമ്മിൽ തർക്കം ഉണ്ടാവും. ഇവിടെ നായർ ഈഴവരും തമ്മിൽ തർക്കം ഉണ്ടാവും. ഹിന്ദുക്കളല്ലേ? അടിയിലേക്ക് വന്നിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. പലതരത്തിലും പല രംഗത്തും തർക്കമുണ്ട്. ഇപ്പോൾ നായരും ക്രിസ്ത്യാനിയും തമ്മിൽ യോജിച്ചാലും നായരും ഈഴവനും തമ്മിൽ യോജിക്കില്ല. വെള്ളാപ്പള്ളിയുടെ ഏറ്റവും വലിയ ശത്രുവാരാ? ചങ്ങനാശ്ശേരി ബിഷപ്പ് അല്ല, സുകുമാരൻ നായർ. സുകുമാരൻ നായരുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് പുറമെ ആളെ പറയുന്നില്ലെങ്കിൽ പോലും വെള്ളാപ്പള്ളിയാണ്. അപ്പോൾ മതം യോജിപ്പിക്കുന്ന കണ്ണിയെല്ലാം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെ മതത്തെ നമ്മുടെ മനുഷ്യൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ, ഇപ്പോൾ NSSന് മെഡിക്കൽ കോളേജ് കിട്ടി, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജ് കിട്ടി, അല്ലെങ്കിൽ ക്രിസ്തുസഭയ്ക്ക് മെഡിക്കൽ കോളേജ് കിട്ടി, എത്രയോ പേര് ആ ആശുപത്രി പോയി എല്ലാ മതത്തിൽപ്പെട്ടവർ പോകുന്നില്ലേ? ആസ്പത്രിയിൽ തന്നെ നോക്കുമോ? MESൻ്റെ ഹോസ്പിറ്റലിൽ പോകുന്ന എത്രയോ ഹിന്ദുക്കളുണ്ട്. ആസ്പത്രിയുടെ രംഗം നമ്മളെ ചികിത്സിക്കാൻ വരുന്ന ചാകം കിടക്കുമ്പോൾ ഡോക്ടർ വരുന്നത് ഏത് ജാതി എന്ന് ആരെങ്കിലും നോക്കൂ? അവൻ്റെ പൂണൂൽ കണ്ട ഉടനെ അവനെ കാഫറെന്ന് വിളിച്ച് ഇറങ്ങി വിടുമോ? അപ്പോൾ പ്രായോഗിക ജീവിതവുമായി മതത്തെ ബന്ധപ്പെടുത്തുമ്പം അതിന് പൊരുത്തപ്പെടുന്ന രീതിയിലേക്ക് മതങ്ങളും അതിൻ്റെ അനുശാസനങ്ങളും മാറിക്കഴിഞ്ഞാൽ പ്രശ്നം പകുതി. അതിന് പകരം നീ നാളെ തെറ്റുവരം കൊടുക്കുക, യാതൊരു കാരണവശാലും നിൻ്റെ ആശുപത്രി വരുന്ന മുസ്ലിംസിനെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല, അല്ല അവിടുത്തെ MESൻ്റെ ആശുപത്രി പറയാം ഹിന്ദുക്കൾ വന്നാൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യരുത്. അങ്ങനെ പറയുമ്പോൾ ആ രംഗത്തേക്കൂടി ഇത് കൊണ്ടുവരാൻ നോക്കും. ആ രംഗത്തേക്കൂടെ കൊണ്ടുവരാൻ നോക്കും. ഇപ്പോൾ ഇന്ത്യയിലെ നേഴ്സുമാരുടെ പരിലാളന അയച്ച് ശുശ്രൂഷ ഏൽക്കാത്ത എല്ലാ മതത്തിൽപ്പെട്ടവരുണ്ടല്ലേ നമ്മുടെ നേഴ്സിംഗ് കമ്മ്യൂണിറ്റി. അത് ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, എല്ലാ രാജ്യത്തുമില്ലേ അവരുടെ ശുശ്രൂഷ ഏൽക്കാത്ത ഏത് മതക്കാരനുള്ളത്? എന്നാൽ ഇവരെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? നീ കാഫറാണ്, നീ എന്നെ നോക്കണ്ട, നീ എൻ്റെ സ്റ്റിച്ച് ചോര വാർന്ന് കിടക്കുക, ഇതൊന്ന് കെട്ടാമെന്ന് വെച്ചാൽ നീ കാഫറാണ്, നീ വേണ്ടെന്ന് പറയുമോ? അപ്പോൾ സ്വന്തം നിലനിൽപ്പ്, സ്വന്തം ജീവിതം, സ്വന്തം ജീവിത സൗകര്യത്തിന് അപ്പുറത്തേക്ക് മതം ഇല്ല. അതിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. ഇപ്പം ഇന്തോനേഷ്യയിൽ ചില നിയമങ്ങളുണ്ട്. മതമില്ലാത്തവനായിട്ട് എനിക്ക് എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഏതെങ്കിലും മതം ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അത് ഇന്തോനേഷ്യ സെക്കുലർ കൺട്രി അല്ല, പണ്ടായിരുന്നു, ഇപ്പം അല്ല. ഇപ്പൊ കൂടുതൽ സെക്കുലർ അല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ശരിയയിലേക്ക് പോകണമെന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഇന്തോനേഷ്യ മാറുകയാണ്. അതിന് രണ്ട് കാരണം, അത് അവർ സാർത്ഥത നിറഞ്ഞൊരു കാരണം കൂടെ അവർക്കുണ്ട്. അത് മറ്റ് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അതില്ല. അതായത് അവിടുത്തെ കൾച്ചർ എന്ന് പറയുന്നത് മെയിൽ ഡോമിനേറ്റഡാണ്. ആണുങ്ങൾക്കാണ് സർവാധിപത്യം. പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ തസ്ലിയ മത്സരിച്ചപ്പോൾ പോലും പ്രശ്നമുണ്ടായി. പെണ്ണുങ്ങൾക്ക് പുറത്തേക്ക് സ്വാതന്ത്ര്യമില്ല. ഇപ്പം ഈ പുറത്തേക്ക് സ്വാതന്ത്ര്യമില്ലാതെ പെണ്ണുങ്ങളെ അടക്കി നിർത്തുന്നത് നാളെ ഒരു ലിബറൽ സൊസൈറ്റി ആയി കഴിഞ്ഞാൽ പെണ്ണുങ്ങളെല്ലാം സ്വത്തിന് അവകാശം പറയും, കച്ചവടത്തിന് ബിസിനസ്സിന് അവകാശം പറയും, കെട്ടിടങ്ങൾക്ക് അവകാശം പറയും, വിദ്യാഭ്യാസത്തിന് അവകാശം പറയും. ഇത് പ്രൊവൈഡ് ചെയ്യാൻ അവിടുത്തെ മുസ്ലിംസ് ആണുങ്ങൾക്ക് നഷ്ടക്കച്ചവടം. സ്വത്തിൻ്റെ കാര്യം വരുമ്പോൾ തന്നെ ആണുങ്ങൾക്ക് നഷ്ടക്കച്ചവടം. ഇവിടെ മേരി റോയിയുടെ കേസ് ക്രിസ്ത്യൻസിനുണ്ടായപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായെന്നറിയോ? അത് വളരെ പക്ഷേ ക്രിസ്തീയ സഭ, മുസ്ലിംസ് അതിന് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ക്രിസ്തീയ സഭ ആയതുകൊണ്ട് അതങ്ങ് ഒതുക്കി തീർക്കേണ്ടി വന്നു. അതായത് മേരി റോയിയുടെ കേസ് എന്ന് പറഞ്ഞാൽ അരുന്ധതി റോയിയുടെ അമ്മയാണെന്ന് തോന്നുന്നു. അവരാണ് കോടതി കേസ് കൊടുക്കുന്നത്. ആ കേസിൽ പറയുന്നത് ക്രിസ്ത്യൻ സ്ത്രീകൾക്കും അച്ഛൻ്റെ അമ്മയുടെ സ്വത്തിൽ അവർക്കും അവകാശം വേണം. ആ കേസ് സുപ്രീം കോടതി വിധിച്ചു. അത് ക്രിസ്ത്യൻ അവരുടെ നിലനിൽക്കുന്ന പല ആചാരങ്ങൾക്കും അല്ലെ പല സ്വത്ത് വിഭജന പ്രക്രിയകൾക്കും തടസ്സമായി. ആ പേടി ആർക്കുണ്ട്? ഈ പെണ്ണുങ്ങളെ മുഴുവൻ വെറുതെ ഇട്ടിരിക്കല്ലേ? ആ പെണ്ണുങ്ങളുടെ ജോലി എന്താ? ഇമ്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ജോലിയില്ല, വിദ്യാഭ്യാസത്തിലൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കൾച്ചർ ഉള്ളത് കൊണ്ടാണ്
അവർ വളരെ സ്ട്രിക്റ്റായിട്ട് അവരുടെ ആചാരങ്ങൾ ആചാരങ്ങൾക്ക് പുറത്തായാൽ ഇവരെ ഇവിടെ പോകും. ഇവിടുത്തെ ഗവൺമെൻറ്റുകൾ കൊടുത്ത് മുസ്ലിം ഫണ്ടമെൻ്റൽസിന് കൊടുത്ത് ഏറ്റവും വലിയ പഞ്ചായത്തിലെ എന്ന് പറഞ്ഞാൽ വലിയ ഇത്ര പേഴ്സൻറ്റേജ് സ്ത്രീകൾക്ക് റിസർവേഷൻ വേണമെന്ന് പറഞ്ഞു. മുസ്ലിങ്ങൾ മത്സരിപ്പിക്കണ എന്നായി? സ്ത്രീകളെ നിർത്താതിരിക്കാൻ പറ്റുമോ? ഇന്ത്യൻ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ശത്രുവായി മാറുന്ന അവിടെയാണ്. മുസ്ലിങ്ങൾക്കോ സ്ത്രീകൾക്കൂടെ സ്വാതന്ത്ര്യം കിട്ടി വരുന്നൊരു സൊസൈറ്റി അവർക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അത് അവരുടെ ഇതാണ്. അതിനെ മറികടക്കാൻ പറ്റുന്ന ഫാത്തിമ തെഹലിയെ വിളക്ക് കത്തിച്ചപ്പോൾ പ്രശ്നമായി. കുഞ്ഞാലിക്കുട്ടി പ്രശ്നമാക്കി. ഇപ്പോൾ പക്ഷേ അതിനായ സമസ്ത അതിൻ്റെ വ്യത്യാസം ചേഞ്ച് എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുണ്ടാകും. ഇപ്പോൾ ആ സമസ്തയുടെ ആ റൂള് അല്ലെങ്കിൽ ആ കൺസെപ്റ്റ് മാറ്റിയിട്ട് ആചാരപരമായ കാര്യങ്ങളിൽ അവരുടെ മുസ്ലിംസിൻ്റെ ആചാരപരമായ കാര്യങ്ങൾ അങ്ങനത്തെ ഫംഗ്ഷനുകളൊന്നും യാതൊരു കാരണവശാലും നിലവിള കത്തിക്കാൻ പാടില്ല. സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികൾ കത്തിക്കുക, പൊതുപരിപാടികൾ കത്തിക്കുക, ആ രീതിയിലേക്ക് വന്നു. മറ്റേത് പൊതുപരിപാടി പോലും കത്തിക്കാറില്ല. കുഞ്ഞാലിക്കുട്ടിയൊക്കെ കത്തിക്കാതെ പോയിട്ടുണ്ട്. ഇന്തോനേഷ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ കൾച്ചർ, ചരിത്രം എന്ന് പറയുന്നത് അടിയുറച്ചിട്ട് ഹിന്ദു തത്വചിന്തയിൽ രാമായണവും മഹാഭാരതവും എല്ലാത്തിലും നിലനിൽക്കുന്നതാണ്. ഈ പഞ്ച്ശില എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ നാഷണൽ മോട്ടോ തന്നെ. അത് ഈ ബുദ്ധൻ്റെ നിന്ന്, പഞ്ചശീല എന്ന് പറയുന്ന വാക്ക് സാൻസ്ക്രിറ്റ് പദമാണ്, അതിൽ നിന്ന് കടം കൊണ്ടതാണ്. ബുദ്ധൻ്റെയൊക്കെ ഈ 5 തത്വങ്ങൾ ജീവിതത്തിൽ പുലർത്തണം എന്ന് പറയുന്ന ഒരു ഐഡിയലിസ്റ്റിക് സംഭവമാണ് അവർ മുമ്പോട്ട് വയ്ക്കുന്നത്. അല്ല, അത് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ ബംഗ്ലാദേശിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന്, ഇതൊക്കെ എന്താണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ വരുന്ന പ്രദേശങ്ങളാണ്. അതിൽ നിന്നൊക്കെ ഈ ഇന്തോനേഷ്യയെ വ്യത്യസ്തപ്പെടുത്തി നിർത്തുന്നത് എന്താണ്? ഈ ഇന്തോനേഷ്യ ഇപ്പോൾ തന്നെ വ്യത്യസ്തമായിരുന്നു പാകിസ്ഥാനും ബംഗ്ലാദേശൊക്കെ. പക്ഷേ ക്രമത്തിൽ നമ്മുടെ ഈ സ്പർദ്ധ കൂടി വന്ന് അവർ സെപ്പറേറ്റ് ആണെന്ന് തോന്നി തുടങ്ങി. പിന്നെ ഹിന്ദുക്കളോട് താമസിക്കാൻ സമ്മതിക്കില്ല. കാശ്മീരിൽ ഉണ്ടായിരുന്ന പണ്ഡിറ്റുകൾ നമ്മൾ അടിച്ചു ഓടിച്ചു. അങ്ങനെ നമ്മൾ ഹിന്ദുക്കൾ ആരെങ്കിലും അങ്ങനെ വംശീയമായിട്ട് അടിച്ചു ഓടിച്ചു എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അങ്ങനെ ചെയ്തിട്ടില്ല. ഇന്തോനേഷ്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മുസ്ലിം ആയിരിക്കുമ്പോൾ തന്നെ ആ മുസ്ലിം ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഫലമായിട്ട് ഇവിടെ ഉണ്ട്, സുഫികളുണ്ട് അല്ലേ? അത് അവർ ബാലിയാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഹിന്ദു ഡൊമിനേറ്റഡ് ഏരിയ. ബാലിയല്ല, രാമായണം അവിടെ ആഘോഷിക്കുന്നു. ശ്രീരാമൻ്റെ ജന്മദിനവും ചരമദിനവും ഒക്കെ അവിടെ ആഘോഷിക്കുക. രാമായണം ഒരു പ്രധാനപ്പെട്ട സംഭവം അവിടെ, പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് അവിടെ. പക്ഷെ അത് വെച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ ഈ ഫനാറ്റിക്സ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ, നമ്മുടെ SDP പോലുള്ള പ്രവർത്തകരങ്ങ് ചെന്ന് കഴിഞ്ഞാൽ മറ്റു മതങ്ങളെ തെറി പറയാതെ ഇവർക്ക് നിലനിൽക്കാൻ പറ്റില്ല. അത് അവർ നിങ്ങൾ താനെ 10ഓ 100ഓ ദൈവങ്ങളെ കണ്ടു, പ്രപഞ്ചം മുഴുവൻ ദൈവമായിട്ട് കാണുന്നതിൻ്റെ കുഴപ്പമില്ല. അവർക്കെന്താ പ്രശ്നം? താൻ നാളെ മാവിനെ ദൈവമായിട്ട് കാണുന്നു, പ്ലാവിനെ ദൈവമായിട്ട് കാണുന്നു, കൈപ്പുള്ള കാഞ്ഞിരത്തെ അവരെ താൻ ദൈവമായിട്ട് കാണും. കാരണം പ്രപഞ്ചത്തിലുള്ള എന്തിനേയും അതിൻ്റെ ചൈതന്യത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇത് ഇന്തോനേഷ്യയിൽ ആ സംസ്കാരം ആർക്ക് കിട്ടിയിട്ടുണ്ട്? ഇന്തോനേഷ്യയിൽ പോയി ഇന്ത്യയിൽ ഏതെങ്കിലും രാജാവുമായിട്ട് യുദ്ധം ചെയ്ത് കേട്ടിട്ടുണ്ടോ? അവിടെ ഉണ്ടായിരുന്ന മുസ്ലിംസുകളെ അല്ല പണ്ടുണ്ടായിരുന്ന ഇന്തോനേഷ്യക്കാരെ കൊന്നതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇത് കച്ചവടമായി ബന്ധപ്പെട്ട് പോയി. ഇപ്പം മുഗളന്മാർ ആദ്യകാലത്തൊന്നുമില്ല. ബ്രിട്ടീഷുകാർ വന്ന് മതപരമായി യുദ്ധം ചെയ്തിട്ടില്ലുണ്ടോ? ഹിന്ദുക്കളെ ആക്രമിച്ചിട്ടുണ്ടോ? പള്ളി സ്ഥാപിച്ചിട്ടുണ്ട്. അതൊരു വേറെ ഇൻഡയറക്റ്റ് ആക്രമണം. പക്ഷെ മറ്റതങ്ങനെയല്ല, ഡയറക്റ്റ്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇപ്പം ഇസ്ലാമിൻ്റെ ഒരു വ്യാപനം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പലതും കോൺകസ്റ്റിലൂടെയാണ്. എന്താണ്, കത്തിയുടെ മുനയിൽ നിന്നൊക്കെ പിടിച്ചെടുത്തതാണ് പല രാജ്യങ്ങളും പല പ്രദേശങ്ങളൊക്കെ. ഇന്തോനേഷ്യയിലെ സ്ഥിതി വ്യത്യസ്തമാണ്. തീർത്തും വളരെ എന്താ പറയുക, ജൈവികമായിട്ടുള്ള കൺവേർഷൻ ആയിരുന്നു. ട്രേഡിലൂടെ അല്ലെങ്കിൽ മലേഷ്യ പറയുമ്പോൾ ഇന്തോനേഷ്യയെ പറ്റി പറയുമ്പോൾ തൊട്ടടുത്ത് വേറെ രാജ്യമുണ്ട് മലേഷ്യ. മലേഷ്യയെക്കുറിച്ചുകൂടെ പറയേണ്ടതാണ്. മലേഷ്യ ഏറെക്കുറെ സിംഗപ്പൂർ ലോകത്തിൽ ഏറ്റവും ഡെവലപ്പ് ചെയ്തൊരു പ്രദേശമാണ് സിംഗപ്പൂർ. ഇപ്പം എന്താ, ലോകം മുഴുവൻ ഇസ്ലാം വ്യാപിക്കണം അല്ലെങ്കിൽ മുഴുവൻ പടർന്നു കയറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്തോനേഷ്യ ഒരു മോഡലായിട്ട് എടുക്കാവുന്നതല്ലേ? വേണം, എടുക്കാം. ഇപ്പൊ കേരളത്തെ നമ്മൾ ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റും, 2046 ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാവും എന്നൊക്കെ പ്രഖ്യാപിക്കുന്നവരുണ്ട്. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്തോനേഷ്യ ഒരു മോഡലായിട്ട് എടുക്കുമോ? ഇല്ലില്ല. 2046 ഇന്ത്യ ഇസ്ലാമിക രാജ്യമായി പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ഇസ്ലാമിൻ്റെ ശത്രുവാണ്. കാരണം നാളെ ഇവിടെ ഇസ്ലാമിനെതിരുള്ള വിഭാഗങ്ങൾ, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങൾ, ഇവരുടെ ഈ ഉദ്ദേശം തിരിച്ചറിഞ്ഞ് അതിനെ ചെറുക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കും. RSSനെ വളർത്തുന്ന സ്റ്റേറ്റ്മെൻറ്റാണത്. RSSന് ഏറ്റവും അനുകൂലമായ സ്റ്റേറ്റ്മെൻറ്റ്. അവർ നമ്മളെ തല്ലാൻ വരുന്നു, അവർ നമ്മളെ കീഴടക്കാൻ വരുന്നു, നമ്മുടെ ദേവാലയങ്ങൾ പിടിച്ചെടുക്കാൻ പോകുന്നു. ഈ പ്രചരണം നടത്താൻ RSSനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അത്. അത്രയും വലിയ ഇസ്ലാം വിരോധികൾ വേറെയില്ല.
46-ൽ 2031 ഇന്ത്യ ഇസ്ലാമിക രാജ്യമാണെന്ന് പറയുന്ന ഇസ്ലാമാണ് RSSൻ്റെ ഏറ്റവും വലിയ ശത്രു, അല്ല മിത്രം. RSS പറയുന്നതിനെ അവൻ ഊന്നി പറയുകയാണ്, RSSകാരെ പറയുന്നത് ശരിയാണ് എന്നിവർ സമ്മതിക്കുക. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രു അവരാണ്. ഈ പറയുന്ന നാളെ 2031-ലോ 2046-ലോ ഇന്ത്യ മുസ്ലിം രാജ്യമാകുമെന്ന് പ്രഖ്യാപിക്കുന്നവരാണ് ഇസ്ലാമിൻ്റെ. എന്തിനാണ് അങ്ങനെ പ്രഖ്യാപിക്കുന്നത്? ഞാൻ ചോദിച്ചത് ആ പ്രഖ്യാപനം, ആ തോട്ട് ജെർമിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? അതാണ് അഹങ്കാരം, വിവരക്കേട്, ധാർഷ്ട്യം എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ വലിയ പുള്ളിയാണ് എന്ന് അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ 99 ആകുമ്പോഴേ പോവാന്ന് പറയും. ശരി, കാഫറുകളെ ഇല്ലാതാക്കും എന്ന് പറയുന്ന തോട്ട് ജെർമിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ അങ്ങനെ പണ്ട് ഏതോ പുസ്തകങ്ങളിൽ എഴുതി വെച്ച് ഇപ്പം വായിക്കുകയും ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ക്രിസ്ത്യൻ റിലീജിയൻ നമ്മൾ പറഞ്ഞിട്ടുള്ള ഗർഭ നിരോധനത്തിന് അനുകൂല പ്രതികൂലം, ഗർഭഛിദ്രത്തിനും ഗർഭനിരോധനത്തിനും അനുകൂല പ്രതികൂലം ബൈബിളായിട്ടാണ്. മുസ്ലിം അങ്ങനെ തന്നെ. ഇന്ന് എത്ര ക്രിസ്ത്യാനികൾക്ക് 2 അല്ലെങ്കിൽ 3 കൂടുതൽ കുട്ടികളുള്ള എത്ര ക്രിസ്ത്യാനികളുണ്ട്? ഈ അടുത്ത കാലത്തെ ചെറുപ്പക്കാർ, വിദ്യാഭ്യാസം കിട്ടിയ ചെറുപ്പക്കാർ. പണ്ട് കാലത്തുണ്ടാവും, പണ്ട് കാലത്ത് ഹിന്ദുക്കളിലും ഉണ്ടായിരുന്നു. എത്ര പേരുണ്ട്? അതുപോലെ മുത്തലാഖികളാണെന്നുള്ള മുസ്ലിമിന് ഏത് സമയത്തും ഭാര്യ ഇട്ടിട്ട് പോകാമെന്നാണ് പറഞ്ഞത്. നമ്മൾ കളിയാക്കിയും പറയാറുണ്ട് ശരീരത്തിൽ. എത്ര ചെറുപ്പക്കാർ മുസ്ലിങ്ങൾ നമുക്ക് വളരെ വിദ്യാഭ്യാസം ഇല്ലാത്ത പാർട്ടികൾ ചിലപ്പോൾ കാണും. അല്ലാതെ വിദ്യാഭ്യാസം കിട്ടിയ ചെറുപ്പക്കാരെ, നല്ല ജോലി ഒപ്പിക്കുന്ന ചെറുപ്പക്കാർ എത്ര പേര് മുത്തലാഖ് ചൊല്ലിയിട്ടുണ്ട്? അപ്പോൾ ഉണ്ടാവും 1-2 കേസ്. അത് ഹിന്ദുക്കളിലുണ്ട്, ഡിവോഴ്സ് കേസ് ഉണ്ടാകുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ മുത്തലാഖ് വേണ്ട, ഡിവോഴ്സ് ഉണ്ടല്ലോ, വിവാഹമോചനം ഉണ്ടല്ലോ, എല്ലാ മതത്തിനും. പക്ഷേ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ചുള്ള ഡിവോഴ്സ് മറ്റേ അവരുടെ ഫലം ഒന്നല്ലേ. ഭാര്യ ഡിവോഴ്സ് എന്ന് പറഞ്ഞാലും മുത്തലാഖ് എന്ന് പറഞ്ഞാൽ എന്നാ പറഞ്ഞെന്ന് പറഞ്ഞാലും ഭാര്യയെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അത് ചട്ടം. ഹിന്ദുക്കൾ ഉപേക്ഷിക്കുന്നുണ്ട്, മുസ്ലിംസ് ഉപേക്ഷിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ മുത്തലാഖിൻ്റെ പേര് ഉപേക്ഷിക്കുന്നു, നമ്മൾ നിയമപ്രകാരം ഉപേക്ഷിക്കുന്നു. അതേ സംഭവമുള്ളൂ. ഉഭയസമ്മതപ്രകാരം പല കണ്ടീഷൻസ് ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ഇത് മതം പറഞ്ഞിരിക്കുന്ന ആചാരങ്ങളുടെ അപ്പുറത്തേക്ക് മനുഷ്യൻ വളർന്നു. അവനവിടെ ഈ പുസ്തകം അത് മാറ്റിയിട്ട് വരുന്ന കാര്യം, പണ്ടെന്നാണ്ട് പറഞ്ഞു വരുന്ന കാര്യം ഫോളോ ചെയ്യാൻ തയ്യാറുള്ള ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ എഴുതി വയ്ക്കും. ആ രീതിയിൽ മുത്തലാഖിനെയും കണ്ടാൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. അതേസമയം നിർബന്ധിച്ച് മുത്തലാഖ് പറഞ്ഞാൽ നമ്മുടെ ഡിവോഴ്സ് തന്നെയാണ്. അതിന്റെ നിയമം അവർ ഉപയോഗിക്കുന്നത് ഇന്ത്യ നിയമപരമായിട്ട് അത് കുറെ കൂടെ ലിബറലാന്ന് ഇല്ലീഗലാക്കി കേട്ടോ, ബാൻ ചെയ്തു മുത്തലാഖ്. അല്ല, മുത്തലാഖ് ബാൻ ചെയ്തു. അത് കാരണം പെണ്ണുങ്ങളെ ദ്രോഹിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അത് ബാൻ ചെയ്തത്. മതപരമായ ചടങ്ങായതുകൊണ്ടല്ല ബാൻ ചെയ്യുന്നത്. സ്ത്രീകൾക്ക് വളരെ വിവേചനകരമായി അനുഭവപ്പെടുന്നു. സ്ത്രീകൾ തന്നെ പറയുന്നു. അതുകൊണ്ടാണ്. അപ്പം വിവേചനപരമായിട്ടുള്ള ആചാരങ്ങളൊക്കെ ബാൻ ചെയ്യണമെന്ന്. അല്ല, വിവേചനപരമല്ലാത്ത ആചാരങ്ങൾ ഇവിടെ വിവേചനം കാണിക്കുന്ന സ്ത്രീകളോട് കാണിക്കുന്നു. അതുകൊണ്ടാണ്. വിവേചനത്തിലേക്ക് കുഴപ്പമില്ല. സ്ത്രീക്ക് തിരിച്ച് നിന്നെ നീ ഭർത്താവ് വീട്ടിൽ വരുമ്പോൾ പറ്റിയില്ല. ഒരു കാര്യം കൊണ്ട് ഈ നമ്മുടെ ചർച്ച താങ്കളെ ചോദിച്ചു നന്നായി. യോവിൻ്റെ ചോദ്യം അതൊരു കാര്യം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏത് ചോദ്യവും നമുക്കിഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാം. അത് നമ്മുടെ കഴിവാണ്. ഉദാഹരണത്തിന് നമ്മൾ MES കോളേജ് മുസ്ലിം കുട്ടികൾ മാത്രം, പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കോളേജിൽ നമ്മളൊരു സർവേ നടത്തുക. ഇങ്ങനെ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം അല്ലെ മുസ്ലിം ആചാരപ്രകാരം മുത്തലാഖ് ചെല്ലുന്നത് ശരിയോ തെറ്റോ? MES കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ കെട്ടിൽ നിന്ന് സ്വാഭാവികമായി കിട്ടുന്ന, പരസ്യമായി നമ്മൾ മൈക്ക് വെച്ച് ചോദിക്കുകയാണ്, പരസ്യമായി കിട്ടുന്ന ഉത്തരം അവരെല്ലാം മുസ്ലിം ആചാരങ്ങളെ, നമ്മുടെ ശബരിമല യുവതി പ്രവേശ ആചാരത്തെ അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നതായിരിക്കും ഒരു കിട്ടുന്ന ഉത്തരം. ഇനി ആ ചോദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്താൽ അത് നമ്മുടെ കഴിവ്. ചോദ്യം ചെയ്യുന്നതിൻ്റെ കഴിവ് ടെസ്റ്റ് ചെയ്തിട്ട് ചോദിക്കുക. ഇന്ന് കോളേജ് വിട്ട് ചെല്ലുമ്പോൾ തൻ്റെ അമ്മയും അല്ലെ നിങ്ങളുടെ അമ്മയും അല്ലെ ഉമ്മയും അനുജത്തിമാരും വീടിന് പുറത്ത് പെരുവഴിയിൽ നിൽക്കുകയാണ്. ഉപ്പായും വേറെ ആരുണ്ടൊക്കെ അവിടെയുണ്ട്. നിങ്ങൾ ചെല്ലുമ്പോൾ പറയുക, ഉപ്പ എന്നെ മൊഴിയില്ല, നിങ്ങളുടെ ഉപ്പ എന്നെ മൊഴിയില്ല, വീട്ടിൽ കയറ്റുന്നില്ല എന്ന് അതിനെ നിങ്ങൾ അനുകൂലിക്കുന്നു എന്ന് ചോദിച്ചാൽ പെൺകുട്ടികൾ എന്നാ പറയും? അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളെങ്ങനെ ഫേസ് ചെയ്യും? നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഉമ്മ വഴി നിൽക്കുക, മുത്തലാഖ് വില്ലുണ്ട്, നിങ്ങൾ ആ മുത്തലാഖിനെ നിങ്ങൾ അംഗീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ 99% പേരും ആ മുത്തലാഖിനെ എതിർക്കും. നമ്മളെ ചോദിക്കുന്ന രീതിയാണ്. മതത്തിൻ്റെ ആചാരം മാറ്റണം എന്ന് പറഞ്ഞാൽ ചെല്ലുന്നെങ്കിൽ സമ്മതിക്കില്ല. അങ്ങനെ അനുഭവം ഉണ്ടാവാതെ വേണമെന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് പറയും. അതാണ് സംഭവം. മതത്തെ അങ്ങനെ കാണാൻ പറ്റണം. അതിന് സത്തയുണ്ട്. ആ സത്ത തെറ്റായിട്ടും ശരിയായിട്ടും സൗകര്യപ്രദമായി വ്യാഖ്യാനിക്കാം. നമ്മുടെ വിഷയം ഇന്തോനേഷ്യ ആയിരുന്നു. അല്ല, നമ്മൾ ഇന്തോനേഷ്യയിൽ എത്തുന്നതിൻ്റെ കാര്യം നമ്മൾ ഈ ആചാരങ്ങളും അതുമായി ബന്ധത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്തോനേഷ്യയിൽ എത്തുന്നതിൻ്റെ കാരണം എന്താ? ഏറ്റവും കുറഞ്ഞ ഡൈവോഴ്സ് റേറ്റ് ഉള്ളൊരു രാജ്യം ഇന്തോനേഷ്യ. മുത്തലാഖ് ഉള്ളപ്പോൾ അതൊന്നും അന്വേഷിക്കൂ, എടുത്തു നോക്കൂ.
മലേഷ്യ, ആ ഭാഗം മലേഷ്യ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ ഏറ്റവും ഡെവലപ്ഡാണ്, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം കിട്ടുന്ന രാജ്യമാണ്. മറ്റു രാജ്യങ്ങൾ അതില്ല. ഇപ്പോഴാണ് ഗൾഫിലൊക്കെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. നേഴ്സിങ്ങിനൊക്കെ ഇപ്പോഴാണ് വിടാൻ. ഡ്രൈവിംഗ് പോലും പഠിക്കാൻ സമ്മതമില്ലായിരുന്നു സൗദി അറേബ്യയിൽ. ഇന്തോനേഷ്യ അങ്ങനെ ആയിരുന്നില്ല. ഇന്തോനേഷ്യയുടെ വളർച്ചയ്ക്ക് കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയായിട്ടുള്ള ബന്ധം. അതിപ്പോഴുള്ളതെന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം അതിന് മുമ്പുള്ള ബന്ധം. ചേരിചേരാ സമ്മേളനം നടന്നിരുന്ന ബന്ധുവുകൾ ഇന്തോനേഷ്യയിലാണ് നടന്നിരുന്നത്. ആ കൾച്ചർ എന്ന് പറഞ്ഞ ഇന്ത്യൻ കൾച്ചറിൻ്റെ, അല്ലെങ്കിൽ അത് ലിബറൽ ആയതുകൊണ്ടാണ് ആൾക്കാരെ സ്വാധീനിക്കുന്നത്. ലിബറൽ അല്ലെങ്കിൽ അടച്ചുപൂട്ടിയ കൾച്ചറാണെങ്കിൽ ഹിന്ദുമതത്തെ ആൾക്കാർ ഇങ്ങനെയാണ്. നമ്മുടെ അങ്ങനെയല്ല. അത് ഇന്തോനേഷ്യക്ക് കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആദ്യം തന്നെ ജനാധിപത്യ കാഴ്ചപ്പാടുണ്ടായി, ഏറെക്കുറെ മതേതര കാഴ്ചപ്പാടാണ്. സുക്കാറിന് അവിടെ നേതാവായിട്ട് വന്നു. അതൊക്കെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ ലോകത്ത് ഏറ്റവും ഡെവലപ്പ് ചെയ്തിരിക്കുന്ന രാജ്യം സിംഗപ്പൂരാണ്. തൊട്ടടുത്തുള്ള സിംഗപ്പൂരാണ്. അതും ഇതുപോലെ ഒരു ഐലൻഡാണ് ഇല്ലേ? അപ്പം മതത്തെ നമ്മൾ പ്രശ്നങ്ങളിലേക്ക്, നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രശ്നം തന്നെയാണ്.